أعوذ بالله من الشيطان الرجيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. സൂറത്തുൽ കഹ്ഫിലെ 7-8 ആയത്തുകളാണ്. ഭൂമിയിലുള്ളതൊക്കെ ഒരു അലങ്കാരമെന്ന നിലക്ക് നാം സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അവരിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി പിന്നീട് നാം അതിനെ തരിശായ സമതലമാക്കി മാറ്റുന്നതാണ്. അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഈ പ്രപഞ്ചം ഒരു മഹാത്ഭുതം തന്നെയാണ്. കോടാനുകോടി ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു കരടിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഈ ഭൂമിയിൽ മാത്രം അള്ളാഹു അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചരാചരങ്ങൾ, സൃഷ്ടിജാലങ്ങൾ തന്നെയും യാതൊരു കയ്യും കണക്കുമില്ലാത്തതാണ്. ഈ ഭൂമിയെ എത്ര മനോഹരമായിട്ടാണ് അലങ്കാരത്തോടും സൗന്ദര്യത്തോടും കൂടി സംവിധാനിച്ചു വച്ചിട്ടുള്ളത്. ഫലഭൂയിഷ്ടമായ മണ്ണ്, സമതലങ്ങൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, മലകൾ, മരുഭൂമി, അതേപോലെ തന്നെ ഭൂമിയിൽ വിവിധയിനം പഴവർഗ്ഗങ്ങൾ, വിളകൾ, നാൽക്കാലികൾ, ഹിംസ്രജന്തുക്കൾ, ആന, തിമിംഗലം പോലുള്ള വലിയ വലിയ മൃഗങ്ങളും മത്സ്യങ്ങളും. ഇനി ഭൂമിക്കടിയിലാണെങ്കിലോ സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ്, പെട്രോൾ, കൽക്കരി തുടങ്ങി എണ്ണമറ്റ ഖനിജങ്ങൾ. അപ്പോൾ ഇവയൊക്കെയും മനുഷ്യരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയിലെ ഈ സുഖസൗകര്യങ്ങൾ ശാശ്വതമായി നിൽക്കുമെന്നാരും ധരിക്കേണ്ടതില്ല. മനോഹരവും സുന്ദരവുമായ ഈ ഭൂമിയെ ഒരു നാൾ സമനിരപ്പായ തരിശുഭൂമിയാക്കി മാറ്റിക്കളയും. ഇതിലുള്ള സകലതും തകർത്ത് തരിപ്പണമാക്കും. സൂറത്ത് ത്വാഹയിൽ പറഞ്ഞതുപോലെ യസ്അലൂനക അനിൽ ജിബാലി ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ ഫയദറുഹാ ഖാഅൻ സഫ്സഫ ലാ തറാ ഫീഹാ ഇവജം വല അംത. അവർ ചോദിക്കുന്നുണ്ടല്ലോ, അന്ത്യനാളിൽ ഈ മഹാപർവ്വതങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അവർക്ക് പറഞ്ഞു കൊടുക്കുക, എൻ്റെ രക്ഷിതാവ് അവയെ പൊടിപൊടിയാക്കി പറത്തിക്കളയും, ധൂളിയാക്കി മാറ്റും, ഭൂമിയെ നിരപ്പായ ഒരു മൈതാനമാക്കി മാറ്റും. അതിൽ യാതൊരു ഉയർന്നതോ താഴ്ന്നതോ ആയ ഒരു സ്ഥലവും കാണപ്പെടുകയില്ല. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പും സംഹാരവും എന്തിനു വേണ്ടിയായിരുന്നു? അതിനുള്ള മറുപടിയാണ് നേരത്തെ ആയത്തിൽ പറഞ്ഞത്, ലി നബുലുവഹും അയ്യുഹും അഹ്സനു അമല. മനുഷ്യരിൽ നല്ല പ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ആരൊക്കെ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അഥവാ ഈ ഭൂമിയെ സൃഷ്ടിച്ചതും അതിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതും ഒരു പരീക്ഷണാർത്ഥമാണ്. സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞതുപോലെ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യനെ നാം മിശ്രിതമായ ഒരു ശുക്ലഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അവന് കാഴ്ചയും കേൾവി ശക്തിയും നൽകി. നാം അവന് നേർമാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി അവന് ദൈവത്തോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദികെട്ടവനായി ജീവിക്കാം. വാഹ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.